തമിഴ്നാട് സേലത്തുണ്ടായ വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മരിച്ചു. ഷൈനിന്റെ കൈ ഒടിഞ്ഞു, അമ്മയ്ക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഷൈനിന്റെ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഈ അപകടം. വിശദമായ റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ 6 മണിയോടെ സേലത്തിനടുത്ത് ധർമ്മപുരിയിൽ വെച്ചായിരുന്നു അപകടം. ട്രാക്ക് മാറിയെത്തിയ ലോറി ഷൈനും കുടുംബവും സഞ്ചരിച്ച കാറിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷൈൻ്റെ അച്ഛൻ CP ചാക്കോ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ഷൈൻ്റെ വലതു കൈക്ക് ഒടിവുണ്ട്. അമ്മയ്ക്കും സഹോദരനും വാഹനം ഓടിച്ചിരുന്ന ഷൈൻ്റെ സഹായിക്കും നേരിയ പരിക്കുണ്ട്. ഷൈൻ്റെ കൈക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കും. മുൻ സീറ്റിൽ ഡ്രൈവർക്കൊപ്പം ഷൈനിൻ്റെ സഹോദരനും നടുവിലെ സീറ്റിൽ അച്ഛനും അമ്മയുമാണ് യാത്ര ചെയ്തിരുന്നത്. അപകട സമയത്ത് ഷൈൻ പിൻസീറ്റിൽ ഉറങ്ങുകയായിരുന്നു. അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ എല്ലാവരെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാനായെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ചാക്കോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ 4 പേരും പാൽക്കോട്ട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷൈൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കൊച്ചിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് കുടുംബത്തിൻ്റെ യാത്ര. തൊടുപുഴയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ബംഗളൂരുവിൽ തുടർ ചികിത്സ നടത്താൻ തീരുമാനിച്ചത്. രാത്രി 10 മണിയോടെയാണ് കുടുംബം വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഷൈൻ ടോമിനൊപ്പം ഉറച്ചു നിന്നയാളാണ് CP ചാക്കോ. ലഹരി കേസിന്റെ സമയത്തും പിന്നീടുണ്ടായ തുടർ വിവാദങ്ങളിലും ചാക്കോ മകനൊപ്പം ഉറച്ചു നിന്നു. ലഹരി ഉപയോഗം ഉപേക്ഷിക്കാനും വിമുക്തി ചികിത്സയ്ക്ക് വിധേയനാകാനും ഷൈൻ തീരുമാനിച്ചതും ചാക്കോയുടെ സ്വാധീനത്തിലായിരുന്നു. അച്ഛനും മകനും ചേർന്ന് തുടങ്ങിയ സിനിമാ നിർമ്മാണ കമ്പനി സജീവമാക്കാനുള്ള പദ്ധതികൾക്കിടെയാണ് അപ്രതീക്ഷിത അപകടവും വിയോഗവും. ന്യൂസ് മലയാളം, കൊച്ചി.